ഹലോ ഗായ്സ്, ഒരു പരിഹാരം ആദ്യം കണ്ടിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നൊരു കാര്യം നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? എന്നാൽ അതാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന E20 പെട്രോൾ അല്ലെങ്കിൽ E20 ബയോഫ്യൂവലിൻ്റെ കേസിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ അത് പറയുന്നതിന് മുമ്പേ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരത് പെട്രോളിയം 2016 പുറത്തിറക്കിയ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ്. ഭാരത് എക്കോകെം എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഫ്യൂവൽ അഡിക്റ്റീവാണ്. അന്ന് E5 അല്ലെങ്കിൽ E10 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 5% എഥനോൾ അല്ലെങ്കിൽ 10% എഥനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഈ ഒരു എഥനോളിൻ്റെ ജലാംശത്തെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മുടെ ഫ്യൂവൽ ടാങ്കുകളും അതുപോലെ ഫ്യൂവൽ ക്യാരി ചെയ്യുന്ന പൈപ്പുകളൊക്കെ തുരുമ്പിക്കും എന്നുള്ളത് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനായിട്ട് ഫ്യൂവലിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന ഒരു അഡിക്റ്റീവ് 2016 ഈ ഒരു ഭാരത് പെട്രോളിയം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതുവരെ നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് എല്ലാം നിഷേധിച്ചൊരു കാര്യമാണ് E20 അല്ലെങ്കിൽ എഥനോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ പറയുന്ന പോലെ മൈലേജ് ഉണ്ടാവും, അതുപോലെ തന്നെ വാഹനത്തിന് വലിയ കേടുപാടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. അതിനുവേണ്ടി ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വാഹനങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് പഴയ വാഹനങ്ങളാണ്. ഈ ഒരു പഴയ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു കുഴപ്പമില്ലാതെ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ടാങ്ക് തുരുമ്പിക്കുക, മൈലേജ് ഡ്രോപ്പ് ആവുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഹയർ അതോറിറ്റീസ് വാദിച്ചുകൊണ്ടിരുന്ന E20 ഫ്യൂവലിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന വാദഗതികൾക്കെല്ലാം ഒരു അവസാനമായിരിക്കുകയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി ഒഫീഷ്യലായിട്ട് അവരുടെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് തുരുമ്പിക്കുക എന്നുള്ളത്. സോ ഇനി ആർക്കും സംശയം വേണ്ട, E20 ഫ്യൂവൽ അതായത് എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി ബിൽഡ് ചെയ്യപ്പെടാത്ത വാഹനത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ടാങ്കും അതിനോടനുബന്ധിച്ച് ആ ഫ്യൂവൽ ക്യാരി ചെയ്യുന്ന മെറ്റൽ റിലേറ്റഡുള്ള എല്ലാ ഭാഗങ്ങളും തുരുമ്പിക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയായിരുന്നു.